നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പുറകിൽ കാണുന്ന കിടിലൊരു വീടുമായിട്ടാണ് ഇന്നത്തെ മൈ ബെറ്റർ ഹോമിൻ്റെ ഹോം ടൂർ വീഡിയോ വന്നിരിക്കുന്നത്. ഞങ്ങളിത് നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ അടിമാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു മോഡേൺ ഡാർക്ക് തീമിൽ ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ ഇൻറ്റീരിയർ തീർച്ചയായിട്ടും വീടിനെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്നതാണ്. വെൽക്കം ടു ഹയാൽ. 15 സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ HPL ഷീറ്റും GI പൈപ്പുകളും ചേർന്നിട്ടുള്ള കോമ്പിനേഷനിലാണ് ഗേറ്റ് പണിതിരിക്കുന്നത്. മുറ്റത്തേക്ക് വരികയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മുറ്റമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇൻ്റർലോക്ക് ടൈൽസ് ആണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്, പേവിംഗ് ടൈൽസ് ആയിട്ട്. അതിനിടയിൽ കോബിൾ സ്റ്റോണുകളും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് കാർ പോർച്ചിന് സ്പേസ് നൽകിയിട്ടുള്ളത്. 2 കാറുകൾക്ക് ഒരേ സമയം നിർത്താൻ പറ്റുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പോർച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കാർ പോർച്ചിൻ്റെ റൂഫിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫ്ലൂട്ടഡ് ടൈപ്പ് ലൂവർ ടൈപ്പ് വുഡൻ റൂഫിംഗ് ആണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു ഗ്രേ പ്ലസ് വുഡൻ കോമ്പിനേഷനിലാണ് വീട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മോഡേൺ സ്റ്റൈല് ഈ വീടിന് ലഭിക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഈ ലിവിങ് സൈഡിലേക്ക് വരികയാണെങ്കിൽ കോർണർ വിൻഡോയാണ് നൽകിയിട്ടുള്ളത്. അത് ഗ്രില്ലെസ് ആയിട്ട് ഫുൾ ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്നു. മുകൾ ഭാഗത്ത് ആ ലൈറ്റിംഗ് ഓറ വരുന്ന സമയത്ത് നല്ലൊരു ഗോൾഡൻ ഫീല് ഈ ഒരു ഭാഗത്തിന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വീടിൻ്റെ എലവേഷനിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ് ഈ കാണുന്ന ഫ്ലോട്ടിംഗ് ലിവിങ് എന്ന് പറയുന്നത്. ഈ 3 സൈഡിലും വാള് നൽകിയിരിക്കുന്നത് ലാമിനേറ്റഡ് ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ്. ചുറ്റും ഒരു പോണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. വാളിലൊക്കെ ഇതേപോലെ കർട്ടൻ റീപ്പേഴ്സ് സെറ്റ് ചെയ്ത അടിപൊളി ഒരു ആംബിയൻസ് ആണ്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ, ഒരു ഡ്രെയിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാക്ക് വേ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ നേരെ കടന്നു ചെല്ലുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്കാണ്. പുറത്തു നിന്നുള്ള ഒരു പ്രൈവസി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇൻറ്റീരിയർ പോർഷൻ്റെ അകത്തു നിന്നൊക്കെ ഒരു വിസിബിലിറ്റി ഈ ഒരു സ്പേസിലേക്ക് ലഭിക്കുന്നുണ്ട്. നല്ലൊരു വൈബുള്ളൊരു ഐഡിയ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ലിവിങ്ങിൻ്റെ പകുതി പോർഷൻ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ്. മുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിലും ഇത്തരത്തിലുള്ള ഒരു ഐഡിയ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മസ്റ്റ് വാച്ച് ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു വ്യൂ കൂടെയാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. ഈ വീടിൻ്റെ കിച്ചണ് ഫ്രണ്ട് സൈഡിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. കാരണം ഇവിടെയാണ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ വരുന്നത്. ഇവിടെ കിച്ചൺ നൽകിയിരിക്കുന്നു. കിച്ചൺ ഫ്രണ്ടിൽ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിസിബിലിറ്റി നമ്മുടെ മുറ്റത്തുനിന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു വാള് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കോമ്പൗണ്ട് വാൾ ലൈറ്റൊക്കെ നൽകിയിരിക്കുന്നു. ഇതേപോലെ ഒരു ഗേറ്റും നൽകിയിട്ടുണ്ട്. അപ്പോൾ പാർഷ്യലി ഈ ഒരു വിസിബിലിറ്റി കട്ടാവും. പകരം ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പേസ് പ്ലാനിങ് ആണ് നടത്തിയിരിക്കുന്നത്. ഗ്രാസൊക്കെ നൽകിയിട്ട് ഒരു കോർട്ട്യാർഡ് സ്പേസ് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നും ലോങ് ആയിട്ടുള്ള വിൻഡോ ഇവിടെ നൽകിയിരിക്കുന്നുണ്ട്. കിച്ചണിൽ നിന്നുള്ള വ്യൂ പുറത്തേക്ക് ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല ഈ ഒരു സ്പേസിലൂടെ നമുക്ക് വീടിനകത്തേക്ക് കയറാൻ ഒരു സ്ലൈഡിംഗ് ഡോറ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ പാറ്റേൺ നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് സ്റ്റെപ്പ് വലിയ വീതിയുള്ള സ്റ്റെപ്പായിട്ടാണ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു വുഡൻ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡാർക്ക് ഗ്രേ തീമിലാണ് ഫ്ലോറിങ്ങും വാളും ഒക്കെ ചെയ്തിരിക്കുന്നത്. വലിയ വീതിയുള്ള വാതിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ സൈഡിൽ ഒരു ഗ്ലാസ് നൽകിയിട്ടുണ്ട്. അതിലൊരു ഫ്ലോറൽ സ്റ്റിക്കർ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീടിനകത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കയറിയിട്ട് കാണാം. വീടിൻ്റെ ഇൻറ്റീരിയർ നല്ല വൈബിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ 2 സൈഡിലും ഓപ്പണിങ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇടത് സൈഡിൽ കോർട്ട്യാർഡിലേക്കുള്ള സ്ലൈഡിങ് ഓപ്പണിങ് നൽകിയിരിക്കുന്നു. അത് അലുമിനിയം സിസ്റ്റം വിൻഡോസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ലിവിങ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫ്ലോട്ടിംഗ് ലിവിങ് ആയിട്ട് എലിവേഷനിൽ കണ്ട ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വുഡൻ ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. 2 ഭാഗത്തും ഇതേപോലെ ലാമ്പുകൾ, ഫ്ലോറിൽ നിൽക്കുന്ന തരത്തിലുള്ള ലാമ്പുകളാണ് നൽകിയിട്ടുള്ളത്. മുകളിൽ സീലിങ്ങിലേക്ക് വരികയാണെങ്കിലും വുഡൻ പ്ലസ് ഗ്രേ കോമ്പിനേഷൻ ആണ് നൽകിയിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ സീലിങ്ങിൽ ഡാർക്ക് കളർ കൊടുത്താൽ അത്ര ഭംഗികേടൊന്നുമില്ല. നല്ലൊരു കോമ്പിനേഷൻ നമ്മൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഫോയർ സ്പേസിലേക്ക് തിരികെ വരികയാണെങ്കിൽ ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ പെയിൻറ്റഡ് ആയിട്ടുള്ള പാർട്ടീഷനാണ്. GI പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടല്ലോ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ആ ഒരു എലമെൻറ്റുകളൊക്കെ ഈ ഒരു ഇൻറ്റീരിയറിനോട് നല്ല രീതിയിൽ മാച്ച് ആവുന്നുണ്ട്. ഇവിടെ ഇതേപോലെ ഒരു വുഡൻ പാനലിങ് നൽകിയിരിക്കുന്നു. ഒരു വിക്ടോറിയൻ ക്ലോക്ക് ഒക്കെ നൽകിയിട്ടുണ്ട്. ഫോയർ സ്പേസ് ഇങ്ങനെ നീണ്ടു പോവുകയാണ് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക്. അതിൻ്റെ ഇടയിൽ കിച്ചണ് ഒരു ഓപ്പൺ കൗണ്ടർ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ഇല്ലേ? ഇവിടെ ഇതേപോലെ ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ട് അതിലിങ്ങനെ വെർട്ടിക്കൽ പ്ലാന്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെയൊക്കെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലൊരു ബേ വിൻഡോയും നൽകിയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസിൽ നമുക്കിപ്പോൾ ഒരു ബുക്കൊക്കെ വായിക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു വൈബിൽ തന്നെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ വലിയ വിൻഡോയാണ്. പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ കോർട്ട്യാർഡ് സ്പേസിലേക്കുള്ള വിസിബിലിറ്റി ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. നല്ലൊരു പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്പേസ് പ്ലാനിങ് ചെയ്യുക എന്നുള്ളതാണ്
ശരിക്കും ഒരു ആർക്കിടെക്റ്റ് നമുക്ക് ചെയ്തു തരേണ്ടത് അല്ലേ? നമ്മൾ വീടിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒട്ടും കൺജഷൻ തോന്നാൻ പാടില്ല. അപ്പോൾ ഈ വീട്ടിലേക്ക് കയറുന്ന നോക്കൂ, ഇവിടെ ഒരു കോർട്ട്യാർഡ് സ്പേസിന് ചുറ്റും ഇവിടെ ഒരു ചെറിയൊരു ഏരിയ, ഒരു മജ്ലിസ് സ്പേസ് എന്നൊക്കെ പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ് എന്ന് വേണമെങ്കിൽ ഇതിനെയും പറയാം. ഇവിടെ ടൈലൊക്കെ ഇട്ടിരിക്കുന്നത് ഒരു മൊസൈക്ക് ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഡിസൈനർ ടൈപ്പ് ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് നൽകിയിരിക്കുന്നു. ഫാമിലി ലിവിംഗ് ആയിട്ട് ഈ ഒരു സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. TV ഏരിയ ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്ലാനിങ്ങിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകതകളൊന്ന് നമ്പർ ഇട്ട് പറയാം. നമ്പർ 1, നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. സൈസൊക്കെ നോക്കുകയാണെങ്കിൽ നോർമലായിട്ട് ഈ ഭാഗത്ത് 3.9 മീറ്ററാണ് ഇവിടെ വീതി നൽകിയിരിക്കുന്നത്. ഒരു നോർമൽ വീട്ടിൽ നമ്മൾ നൽകുന്ന വീതി തന്നെ ഇവിടെ നൽകിയിട്ടുള്ളൂ. പക്ഷെ നല്ല ലെങ്തി ആയിട്ടും നല്ല സ്പേഷ്യസ് ആയിട്ടും നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് കൺജഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ഓപ്പൺ ഫീലാണ് നൽകുന്നത്. നോക്കിയാൽ കിച്ചണിലേക്കൊക്കെ ഉള്ള ട്രാൻസിഷൻ വളരെ സ്മൂത്താണ്. ഡൈനിങ്ങിൽ നിന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് ഫോർമൽ കിച്ചണിലേക്ക് വരാൻ സാധിക്കും. ഇവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് കോർട്ട്യാർഡ് സ്പേസിലേക്ക് പോകാൻ സാധിക്കും. ഫുള്ളായിട്ടുള്ള ഓപ്പൺ, എല്ലാ സമയത്തും വീടിനകത്ത് വെളിച്ചം വരുന്നു എന്നുള്ളതും ഇവിടെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. റൂഫിങ്ങിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ഈ വീടിനകത്തേക്ക് വരുന്നുണ്ട്. മുകളിൽ ഗ്ലാസ് റൂഫിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതിൽ നിന്നും ഒരു വലിയ ഹാങ്ങിങ് ലൈറ്റ് ഡൈനിങ് ടേബിളിൻ്റെ നേരെ മുകളിലേക്ക് വരുന്നുണ്ട്. ഭിത്തിയിൽ കൊടുത്തിരിക്കുന്ന ഡെക്കറേഷൻ വർക്ക്സ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഫുൾ വാള് ക്ലാഡിംഗ് ബ്രിക്കുകളൊക്കെ നൽകിയിട്ട് ഒരു വാൾ ക്ലാഡിംഗ് ടെക്സ്ചർ കൊടുത്തിരിക്കുന്നു. വലിയൊരു ഇതേപോലെ വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. അതിൻ്റെ ഒരു വാനിറ്റി കൗണ്ടർ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഈ ഒരു വീട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്കും ഈ വീട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീടുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളുടെ മൈ ബെറ്റർ ഹോമിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അങ്ങനെ വരുന്ന സമയത്ത് വെറൈറ്റി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള വീടുകൾ മാത്രം ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഭാഗത്ത് ഇതേപോലെ ഒരു പാറ്റിയോ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വലിയൊരു ഊഞ്ഞാൽ നൽകിയിരിക്കുന്നു, ഒരു സ്വിംഗ് ചെയർ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന സമയത്തും നല്ല രീതിയിലുള്ള ആ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് നമുക്ക് ഫീൽ ചെയ്യും. ഇവിടുത്തെ റൂഫും ഡബിൾ ഹൈറ്റിലാണ് നിൽക്കുന്നത്. സൺലൈറ്റ് വീടിനകത്തേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് വലിയ ഓപ്പണിങ്സ് നൽകിയിട്ടുണ്ട്. റൂഫിൽ വരെ ആ ഒരു ഓപ്പണിംഗ് ഗ്ലാസ് ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പാറ്റിയോ സ്പേസിൻ്റെ 2 ഭാഗത്തുമായിട്ടാണ് ബെഡ്റൂമുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോമൺ ഏരിയാസിൽ നിന്നൊക്കെ നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ബെഡ്റൂമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ കിച്ചൺ കാണണ്ടേ. അക്രിലിക് ഫിനിഷിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. നല്ല ഗ്ലോസി ഫീല് അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് ആയിട്ട് ക്വാർട്സ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള വുഡൻ ലാമിനേറ്റ്സുകളാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സിങ്ക് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയൊരു ടോൾ യൂണിറ്റ് നൽകിയിട്ട് അതിലാണ് ഓവൻ സ്പേസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചണ് നേരെ ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ പാറ്റിയോ സ്പേസ്, ഫോയർ സ്പേസ് ഒക്കെ പറഞ്ഞ സമയത്ത് ഈ ഒരു ഭാഗം കൂടെ പറഞ്ഞിരുന്നു. കിച്ചൻ്റെ ഒരു ഓപ്പണിങ് ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ 2 ചെയറുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോളിഡ് വുഡിൽ ചെയ്തിട്ടുള്ള ചെയറുകളാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് നൽകിയിട്ടുണ്ട്. അതൊരു കുറച്ചുകൂടി ഒരു ന്യൂട്രൽ തീമിലാണ് വർക്ക് ഏരിയ സ്പേസ് ചെയ്തിരിക്കുന്നത്. ഒരു ക്യാപ്പുച്ചിനോ കളറിലൊക്കെ വരുന്ന ടൈപ്പ് കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് മുകളിൽ അപ്പർ ക്യാബിനറ്റ് വുഡൻ ഫീൽ കൊടുത്ത സമയത്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. അണ്ടർ ക്യാബിനറ്റ്സ് ലൈറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ ഇതുപോലെ വലിയ ലെങ്തി ആയിട്ടുള്ള വിൻഡോ നൽകിയത് കൊണ്ട് തന്നെ ഔട്ട്സൈഡിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കാണാനും നല്ല വെളിച്ചം കിച്ചണിലേക്ക് വരാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിൽ നിങ്ങൾ പറയുകയും വേണം. കിഡിലനായിട്ടുള്ള ഈ ഒരു വീട് ഇത്രയും കണ്ട സ്ഥിതിക്ക് ഇതിൻ്റെ ആർക്കിടെക്റ്റുകളെ നമ്മൾ എന്തായാലും പരിചയപ്പെടേണ്ടതുണ്ട്. ഇവരുടെ സ്ഥാപനമാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏത് സ്റ്റേജ് മുതൽ ഏത് സ്റ്റേജ് വരെയാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറയുമോ? ഞങ്ങൾ ബേസ് 2D പ്ലാനിങ് മുതൽ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ അടക്കം ഫുൾ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. A to Z വർക്കുകളും നിങ്ങളുടെ അണ്ടറിലാണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലേ? നിങ്ങളുടെ സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടുത്തൂ. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ഒക്കെ ഒന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ പേര് റഫീഖ് എന്നാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഗ്രിഡ് ലൈൻ ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റിംഗ് എന്നാണ്. കാക്കനാടാണ് വരുന്നത് സ്ഥലം. കാക്കനാടാണ് അല്ലേ? കാക്കനാട്, കൊച്ചി. ഓക്കെ. എറണാകുളം ജില്ലയിൽ നല്ലൊരു ആർക്കിടെക്ചറൽ സ്ഥാപനം നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ആളുകളാണ് നമ്മളെ കൂടെ ഉള്ളത്. നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് പ്രൊജക്റ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. നമ്മൾ കൂടുതൽ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളാണ് ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയേഴ്സ്
രണ്ട് രീതിയിലുള്ള വർക്കുകളും ചെയ്യാറുണ്ട്. കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളാണ്. ഫ്ലാറ്റ്, അപ്പാർട്ട്മെന്റ്, വില്ലാസ് അങ്ങനത്തെ അതെ അതെ അതെ. ഏത് ടൈപ്പിലാണെങ്കിലും റെസിഡൻഷ്യൽ ഒക്കെ നിങ്ങൾ ചെയ്യും. ഈ ഒരു സ്റ്റൈലും അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു ഔട്ട്പുട്ടിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് നല്ലൊരു വീട് സമ്മാനിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ കസ്റ്റമൈസേഷനാണ് നമ്മൾ കൂടുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കസ്റ്റമൈസേഷൻ വെച്ചാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ നമുക്ക് ടിപ്പിക്കലായിട്ടുള്ള രീതി മാറി, ഓരോരുത്തർക്കും അവരുടേതായ ആവശ്യങ്ങളിലാണ് വീടുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെ, ആ ഒരു രീതിയിലേക്കാണ് നമുക്ക് കൂടുതൽ താല്പര്യം. ടിപ്പിക്കൽ ചെയ്തു പോകുന്ന രീതിയിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ ചെയ്യാനും വ്യത്യസ്തമായിട്ടുള്ള പ്രൊജക്ടുകൾ ചെയ്യാനാണ് ഏറ്റവും കൂടുതലാണെങ്കിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കൺസെപ്റ്റുകൾ നിങ്ങൾ കൊണ്ടുവരാൻ. അതെ 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 അതെ. അത് വീട്ടുകാരും കൂടി ചെയ്യുമ്പോഴാണ് ഒരു വീടായി മാറുന്നത്. അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ നമ്മളുടെ കൂടെ ക്ലയന്റ് കൂടി അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ ആർക്കിടെക്റ്റിന്റെ കൂടെ സക്സസ് ആയിട്ട് വീട് തീർക്കാൻ പറ്റും, അത് ഉറപ്പാണ്. നിങ്ങളുടെ മനസ്സിലുള്ളത് ഇതുപോലത്തെ ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രിഡ് ലൈൻ ആർക്കിടെക്ട്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തോട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് ബാക്കി ഇവരുടെ സർവീസുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇനി നമുക്ക് ബെഡ്റൂമുകളുടെ ഡിസൈനൊക്കെ ഒന്ന് കാണാം. നല്ല ഭംഗിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബെഡ്റൂമുകളാണ്. സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നു, എന്നാലും എന്തൊരു എലഗൻസ് ആണെന്ന് നോക്കി. ഇവിടെ നൽകിയിരിക്കുന്ന ഫാബ്രിക്കുകളാണെങ്കിലും പില്ലോയ്ക്ക് നൽകിയിരിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും ഇവിടെ വാളിൽ നൽകിയിരിക്കുന്ന മെറ്റീരിയൽസ് ആണ്. ഇത് തമ്മിൽ പരസ്പരം ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇതാണ് നല്ലൊരു ആർക്കിടെക്ചറൽ സ്ഥാപനത്തെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. ഈ ഭാഗത്താണ് ഇതേപോലെ ഒരു വർക്ക് ഫ്രം ഹോമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി ടേബിളും സ്റ്റോറേജ് സ്പേസും ഒക്കെ നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ഒരു വാർഡ്രോബ് യൂണിറ്റ് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗ് ഒക്കെ വളരെ മിനിമൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ തന്നെ നല്ല ഭംഗിയില്ല 2 കോബ് ലൈറ്റുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. രണ്ടാമത്തെ ബെഡ്റൂം നമുക്കൊന്ന് കാണാം. ഇവിടെയാണ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിങ് സൈസിൽ വരുന്നൊരു കോട്ടാണ് നൽകിയിട്ടുള്ളത്. ഹെഡ് ബോർഡായിട്ട് ഇത്രയും ഭാഗം വെനീർ ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു വാൾ പേപ്പറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ അത്യാവശ്യം ഒരു മീഡിയം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെയാണ് സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. 3 മക്കളാണ് ഈ വീട്ടിലുള്ളത്. അവർക്ക് സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന പുരസ്കാരങ്ങളും മെഡൽസും ഒക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള മക്കളാണെന്ന് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. 3 പേരും അടിപൊളിയായിട്ട് തന്നെ എല്ലാത്തിലും പെർഫോം ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഇങ്ങനെ ഒരു സ്പേസ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ? സ്റ്റെയർകേസ് ഈ വീടിൻ്റെ പ്രധാന ഹൈലൈറ്റിൽ പെട്ടതാണ്. പ്രത്യേകിച്ചും ആദ്യത്തെ 2 സ്റ്റെപ്പുകൾക്ക് അണ്ടർ ക്യാബിനറ്റ്സ് ലൈറ്റ്സ് ഒക്കെ നൽകിയിട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈലാണ് ഇവിടെ ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ട്രെഡിന് കൊടുത്തിരിക്കുന്ന സെയിം ഫിനിഷുള്ള ടൈലുകൾ തന്നെ കണ്ടെത്തിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പുകൾക്ക് കൊടുത്ത സമയത്ത് നല്ലൊരു സീംലെസ് ആയിട്ടുള്ളൊരു ഡിസൈനാക്കി മാറ്റാൻ ആർക്കിടെക്ട്സുകൾക്ക് ഇത് സാധിച്ചിട്ടുണ്ട്. ഹാൻഡ് റെയിലിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ MS റോഡുകൾ യൂസ് ചെയ്തിട്ടാണ് ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് റെയിൽ മാത്രം സോളിഡ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സോളിഡ് വുഡാണ് ട്രെഡുകൾക്ക് മുഴുവനും നൽകിയിട്ടുള്ളത്. നല്ലൊരു മിനിമൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്റ്റെയർ കേസിൽ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ്. ലാൻഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലാൻഡിങ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. ഒരു സീറ്റിംഗ് ഏരിയ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിക്കാൻ സാധിക്കും. വെറുതെ നമുക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയ ആയിട്ട് ഈ ഒരു ലാൻഡിങ് ഏരിയ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മിനിമം ഒരു 2 മീറ്റർ എങ്കിലും സ്പേസ് നമ്മുടെ ലാൻഡിങ്ങിൽ വിടുത്തായിട്ട് കൊടുത്താൽ മാത്രമേ ഇതുപോലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുക്കാനുള്ളൊരു സ്പേസ് നമുക്ക് അവിടെ ലഭിക്കുകയുള്ളൂ. നേരെ നമ്മൾ സ്റ്റെയർ കേസ് കടന്നു പോകുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഒരു ചെറിയ പാസേജ് മാത്രമാണ് അപ്പർ ലിവിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ബെഡ്റൂമുകളിലേക്കുള്ള ആക്സസ് ആണ് നൽകിയിട്ടുള്ളത്. അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈൻ നമുക്ക് കാണാം. ഇവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണിത്. 18 ഫീറ്റ് ലെങ്ത് വരുന്നുണ്ട്. ഒരു 12 ഫീറ്റാണ് ഇവിടെ വിഡ്ത്ത് വരുന്നത്. കട്ടിലിൻ്റെ ഡിസൈനിലേക്ക് നോക്കൂ. വലിയൊരു ഹെഡ് ബോർഡ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഇത് വാളിൽ ഫിക്സ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ വാർഡ്രോബ് സ്പേസ് വാളിനോട് ചേർന്ന് ഫുൾ ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട്. 2 കളറിലാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ മിറർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സ്പേസ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാൽക്കണി നൽകിയിട്ടുണ്ട്. എലവേഷൻ നമ്മൾ കാണുന്നൊരു സ്ഥലം കൂടിയാണത്. നേരെ നമുക്കിങ്ങനെ ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ മുറ്റത്തേക്കുള്ളൊരു വിസിബിലിറ്റി നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്.
രണ്ടാമത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം ആംബിയൻസ് ആണ് നിങ്ങൾ കാണുന്നത്. ഒരു മീഡിയം സൈസിലാണ് ബെഡ്റൂമുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 14 അടിയാണ് ഇവിടെ നീളം വരുന്നത്, 12 അടിയാണ് വീതി വരുന്നത്. കിങ് സൈസിലുള്ള ഒരു കട്ടിൽ വരുന്നു. ഹെഡ് ബോർഡുകൾ ഇതേപോലെ ഉയർത്തി ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് ഹെഡ് ബോർഡ് കാണാം. ലാമിനേറ്റ് ആണ് അതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് വാൾപേപ്പറാണ്, നല്ല ഭംഗിയില്ലേ. ആ ഒരു വാളിലാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നൊരു മിറർ യൂണിറ്റ് നൽകിയിരിക്കുന്നു. ആ ഭാഗത്ത് തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങളായിട്ട് പറയാനുള്ളത്. ഗ്രിഡ് ലൈൻ ആർക്കിടെക്ട്സ് ആണ് ഈ ഒരു വീട് ഇത്രയും മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. പേഴ്സണലി എനിക്ക് വീട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ആർക്കിടെക്ട്സിൻ്റെ കൂടുതൽ സർവീസിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. നിങ്ങൾക്ക് വീടായിക്കോട്ടെ, അപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ഫ്ലാറ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ അവർ ടേക്ക് ഓവർ ചെയ്യുന്നതായിരിക്കും. ഡിസൈൻ പ്ലസ് സൂപ്പർവിഷൻ ആണ് അവർ നൽകുന്ന സർവീസ്. എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ ഇതിൽ ഉൾപ്പെടുന്നതല്ല, സൂപ്പർവിഷനും അതിൻ്റെ ഡിസൈൻ എക്സിക്യൂഷൻ്റെ വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും അവരുടെ ഒരു മേൽനോട്ടത്തിൽ നമുക്ക് നല്ലൊരു ആർക്കിടെക്റ്റ് ആയിട്ട് അവർ കൂടെ നിൽക്കുന്നുണ്ടാവും. റഫീഖാണ് അവരുടെ ഹെഡായിട്ട് വരുന്നത്. നല്ലൊരു ടീം തന്നെ അവരുടെ കൂടെയുണ്ട്. എറണാകുളത്ത് കാക്കനാടാണ് അവരുടെ ഓഫീസ് വരുന്നത്. ഓഫീസിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എറണാകുളത്ത് നല്ലൊരു ആർക്കിടെക്റ്റിനെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് ഇതേപോലെ മൈ ബെറ്റർ ഹോമിൽ വീണ്ടും കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് അറിയുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ അഭിപ്രായം, അവർ ഈ താമസിച്ച സമയത്ത് അവരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളൊരു ഫീഡ്ബാക്ക് കൂടെ നമുക്ക് എടുത്തിട്ട് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഈ വീട്ടിൽ താമസിക്കുന്ന ഫാമിലി മെമ്പേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഷിജു സാറും ഫാമിലി ആണല്ലേ? സാറ് ഒന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തൂ. ഇത് വൈഫ് അബിൻസ. ശരി. ഇത് ഏറ്റവും ഇളയ കുട്ടിയാണ്. മൈക്കൊന്ന് മക്കളെ കൊടുക്കാവോ? എത്രയിലാണ് പഠിക്കുന്നത്? 7th-ലാണോ? അപ്പുറം കൊടുക്കാം. പേരെന്താ? എത്രയിലാണ് പഠിക്കുന്നത്? എൻ്റെ പേര് അസിൻ, ഞാൻ +1-ലാണ്. എൻ്റെ പേര് അഫ്രിൻ, ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ BBA സ്റ്റുഡൻ്റ് ആണ്. എങ്ങനെയുണ്ട് വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആ വീട് നമുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ലൈക്ക് നമ്മുടെ ഒരു ഡ്രീം ഹോം ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഓരോരുത്തരെയും മുറികളൊക്കെ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ വന്നോ? ലൈക്ക് നമുക്കൊക്കെ ഒരു പ്ലാൻ ഉണ്ടായി, അതുപോലെ തന്നെ എല്ലാം വന്നിട്ടുണ്ടായി. പിന്നെ പപ്പയുടെ ഒരു ഡ്രീമാണിത്. ആൻഡ് അതുപോലെ തന്നെ എല്ലാം വന്ന് വി ആർ റിയലി ഹാപ്പി. ആണോ? ഇയാളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളിയാണ്. വിചാരിച്ച പോലെ തന്നെ എല്ലാം വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വരാറുണ്ടോ? ഓഫ് കോഴ്സ് വരാറുണ്ട്. ഓക്കെ, ഒന്ന് കൊടുക്കാമോ? മാഡം എങ്ങനെയുണ്ട് വീട്? മാഡം വിചാരിച്ച പോലെ തന്നെ അവൻ്റെ ഔട്ട്പുട്ട് ലാസ്റ്റ് വന്നോ? ഞാൻ വിചാരിച്ചാലും അടിപൊളിയായിട്ട് വന്നു. എല്ലാം സൂപ്പറായിട്ടുണ്ട്. യെസ്. എങ്ങനെയാണ് ഈ ആർക്കിടെക്ട്സിനെ നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ്? അതെൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ പരിചയപ്പെട്ടത്. അത് ശരി. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ നമ്മുടെ റിക്വയർമെന്റ് അവരോട് പറയുന്ന സമയത്ത് അവർ നമുക്കൊരു ഡിസൈൻ തരും, ഒരു പ്ലാന് തരും. അതേപോലെ അതൊക്കെ നിങ്ങൾ നമ്മുടെ ഒരു കൺസെപ്റ്റുമായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു? നന്നായിട്ട്, തീർച്ചയായിട്ടും നന്നായിട്ടാണ് ചെയ്തു തന്നത്. എനിക്കത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. യെസ്. ഇനിയിപ്പോൾ വർക്ക് നടക്കുന്ന സമയത്താണെങ്കിലും അവരുടെ കൃത്യമായിട്ടുള്ള ഒരു സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും സക്സസ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് എത്ര സമയമായി? ഇപ്പൊ 7 മാസമായി. 7 മാസമായി. ഇപ്പോഴും ആ ഒരു ഫ്രഷ്നെസ് പോവാതെ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങളെ വീട് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? പിള്ളേരാണെങ്കിലും ശരി, നിങ്ങളാണെങ്കിലും ശരി, മെയിൻ ആയിട്ടുള്ള ആൾ അല്ലേ? തീർച്ചയായിട്ടും അതിനൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത് തന്നെയാണ്. പിന്നെ നമ്മൾ വീടിന്റെ പണി നടക്കുന്ന സമയത്തൊക്കെ ആർക്കിടെക്ട്സിന്റെ ഒരു സേവനമൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരുന്നു? അതെ, കറക്റ്റ് ആയിട്ട് സൂപ്പർവിഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു, നന്നായിട്ട് ചെയ്തു. ഒരു വീട് വെക്കുന്ന ഒരാള് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സംതൃപ്തരാണ്? സംതൃപ്തരാണ്, തീർച്ചയായിട്ടും. അപ്പൊ 5 പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പൊ ഒരു സന്തോഷത്തോടു കൂടെ ഈ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ അവസരം തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു.